നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. എന്താണ് ചെയ്യേണ്ടത് എന്ന് പോലും തിരിച്ചറിയാതെ തന്റെ ഏറ്റവും ഉറ്റവർ മരണപ്പെടുകയും തന്റെ ഏറ്റവും സ്നേഹിതയായ ഭാര്യ മരണത്തോട് മല്ലടിക്കുകയും ഇവരുടെ എല്ലാത്തിന്റെയും ദുരന്തത്തിന് കാരണമായ മകൻ 23 വയസ്സുകാരനായ മകൻ ജയിലിലാവുകയും ചെയ്തതിന്റെ മരവിച്ച അവസ്ഥയിൽ നിൽക്കുകയാണ് സൗദിയിൽ ഒരു മനുഷ്യൻ. ഈ മനുഷ്യന്റെ ശബ്ദ സന്ദേശം പുറത്തു വരുമ്പോൾ ഒരു കണ്ണീരോടുകൂടി നമുക്ക് കേൾക്കാൻ സാധിക്കുകയില്ല. ഏറ്റവും ഇളയ മകൻ മരിച്ചു എന്ന് അറിഞ്ഞില്ല. എന്താണ് സംഭവിച്ചത്, എന്താണ് ആ വീട്ടിൽ സംഭവിച്ചത്, പെട്ടെന്ന് എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത്, അല്ലെങ്കിൽ 23-കാരനാണ് സംഭവിച്ചത് എന്ന് അറിയാതെ വിങ്ങി പൊട്ടുകയാണ് 23-കാരനായ അഫ്ഫാന്റെ പിതാവ്. എന്തായാലും അദ്ദേഹത്തിന് നാട്ടിലെത്താൻ കഴിയാത്തതിൽ ഏറെ വിങ്ങലുണ്ട്. അദ്ദേഹത്തിന് നാട്ടിലെത്തണമെങ്കിൽ അനവധി കടമ്പകൾ അദ്ദേഹത്തിന് കഴിയേണ്ടതുണ്ട്. റഹീം നാട്ടിൽ വന്നിട്ട് 7 വർഷമാവുകയാണ്. ഇക്കാമ കാലാവധി തീർന്നിട്ട് 2.5 വർഷമായി. മരിച്ച കുടുംബാംഗങ്ങളെ അവസാനമായി ഒന്ന് കാണണമെങ്കിൽ പോലും നടപടികൾ തീരുന്നത് വരെ കാത്തിരിക്കണം. ഒന്നുകിൽ സ്പോൺസറെ കണ്ടെത്തി ഇക്കാമ പുതുക്കി പിഴയടച്ച യാത്രാവിലക്ക് നീക്കണം, അല്ലെങ്കിൽ എംബസി വഴി ലേബർ കോടതിയുടെ മുമ്പിലെത്തിച്ച് ഡീപ്പോർട്ട് ചെയ്യണം. എല്ലാത്തിനും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും സാധാരണ ഗതിയിൽ സമയമെടുക്കും. അതിനു മുമ്പേ നാട്ടിലെത്തിക്കാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ ശ്രമം. രേഖകൾ ശരിയാണെങ്കിൽ പോലും 3 വർഷത്തോളം നീണ്ട അനധികൃത താമസത്തിന് വലിയ പിഴ വരും. ഇത് എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്നാണ് സാമൂഹ്യ പ്രവർത്തകരുടെ പ്രതീക്ഷ. വർഷങ്ങളായി റിയാദിലായിരുന്ന റഹീം കച്ചവടത്തിൽ തകർച്ചയെ തുടർന്നാണ് പ്രതിസന്ധി. പിന്നീട് ദമാമിലേക്ക് മാറി. ഇതിനിടയിൽ കൊല്ലപ്പെട്ടവരും കൊന്നയാളും എല്ലാം സ്വന്തം കുടുംബത്തിൽ ആണ് എന്ന തിരിച്ചറിവ് വലിയൊരു പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും റഹീമിന് മനസ്സിലായിട്ടില്ല. ഉറ്റവരെ അവസാനമായി ഒന്ന് കാണുന്നതിൽ പോലും പ്രതിസന്ധി നേരിടുകയാണ് ഈ പാവം മനുഷ്യൻ. ഉമ്മയുടെ മരണം പറഞ്ഞ ആദ്യം ഓക്കെ, അതിനുശേഷം പിന്നെ എന്റെ സുഹൃത്തോട് റിയാദിന്ന് വിളിച്ച് പറഞ്ഞു എന്റെ വീടിന്റെ അടുത്തുള്ളതാണ്, അപ്പൊ ഇതുപോലെ എന്റെ ഇളയ മകനെയും ഭാര്യയും ഇങ്ങനെ എന്തോ സംഭവിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ നാട്ടിൽ വേറെ പോലീസുകാരുണ്ട്, അദ്ദേഹത്തെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു പോലീസുകാർ കിടക്കുന്ന ഭാര്യയ്ക്കും ഇളയ മോനും എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ നാട്ടിൽ എന്റെ ഭാര്യയുടെ അനിയത്തെ വിളിച്ചു. അവൻ ഇതുപോലെ പറഞ്ഞു ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. എന്റെ ഇളയ മകൻ മരിച്ചവരെ ഞാൻ അറിയിട്ടില്ലായിരുന്നു. എന്താണ് ഇതിലേക്ക് എത്തിച്ചേരുന്നില്ല? നിങ്ങൾക്ക് എന്തെങ്കിലും വിവരങ്ങളും എനിക്കറിയത്തില്ല. അഫ്ഫാൻ നേരത്തെ സൗദി അറേബ്യയിൽ ഉണ്ടായതാണ് ഇവിടെ, എനിക്ക് തോന്നുന്നില്ല. വിസിറ്റിംഗിന് ഞാൻ മക്കളെ കൊണ്ടുവന്ന് വിസിറ്റിംഗിന് വന്നു 6 മാസം കൂടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടുന്ന് പോകുന്ന സമയത്ത് അഫ്ഫാൻ ആ രീതിയിൽ വല്ലതെന്തെങ്കിലും അല്ലല്ല, അങ്ങനെയുള്ള യാതൊരു പ്രശ്നം സന്തോഷമായി തിരിച്ചു പോകുമ്പോൾ ചെയ്തു അവർ പോവുകയും ചെയ്തു. ഈ അഫ്ഫാനായിട്ട് നിങ്ങൾ നേരത്തെ സംസാരിച്ചിട്ടുണ്ടോ? ഇന്നലെ എപ്പോഴെങ്കിലും? ഞാനിപ്പോ ഒരാഴ്ച അവന് കഴക്കൂട്ടത്തിന്റെ ഒരു കമ്പനി ജോലിക്ക് പോകുന്നുണ്ടെന്ന് പറയുന്നു. അങ്ങനെ എപ്പോഴും കിട്ടാറുമില്ല. ഒരാഴ്ച മുമ്പ് ഞാൻ വിളിച്ച് വോയിസ് ഇട്ട് സംസാരിച്ചായിരുന്നു. ഈ അഫ്ഫാന്റെ ജോലിയായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? വിഷയങ്ങളും ഇല്ല, എല്ലാം സന്തോഷത്തോടെ കഴിഞ്ഞത്. എനിക്ക് കുറച്ച് ബാധ്യത ഉണ്ടായി. ആ ബാധ്യത തീർക്കാൻ നമ്മള് വീടും പേരുടെ വിൽക്കാനുള്ള ശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വിറ്റ് കടങ്ങൾ തീർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അത് നടന്നില്ല. പിന്നെ എന്തുകൊണ്ട് സംഭവിച്ചെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല.